CPM ഏരിയ സമ്മേളനത്തിൽ EP ജയരാജനും PP ദിവ്യയ്ക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നു. EP ജയരാജനുമായി ബന്ധപ്പെട്ട അടുത്തിടെ പുറത്തുവന്ന വാർത്തകൾ പാർട്ടിയെ വല്ലാതെ ബാധിക്കുകയും പാർട്ടി പ്രവർത്തകർക്ക് ഊർജം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും വിമർശനം ഉന്നയിച്ചത്. അതേസമയം സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന രീതിയിലാണ് PP ദിവ്യ പ്രവർത്തിച്ചതെന്നും വിമർശനം ഉയർന്നുവന്നു. ADMനെതിരായ ദിവ്യയുടെ വിമർശനം പാർട്ടിക്കും സർക്കാരിനും ദോഷമായാണ് ബാധിച്ചിരിക്കുന്നതെന്നും പാർട്ടി വിലയിരുത്തി. ഇരുവരും പാർട്ടിക്ക് വലിയ കോട്ടം തന്നെയാണ് സൃഷ്ടിച്ചതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. രണ്ടാം പിണറായി സർക്കാരിനെതിരെയും കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നത്. ഇനിയുള്ള നാളുകളിൽ പാർട്ടി തെറ്റുതിരുത്തി പ്രവർത്തകർക്ക് പാർട്ടിയിൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നും പ്രതിനിധികൾ കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരണം അറിയിച്ചു. അതേസമയം പാർട്ടിയുടെ മുൻ സെക്രട്ടറിയും നഗരസഭാ ചെയർമാനുമായ PK രാജ്മോഹനെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും നീക്കം ചെയ്തു. വീണ്ടും T ശ്രീകുമാർ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ബാലമുരളിയെ നെയ്യാറ്റിൻകര ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. അച്ചടക്ക നടപടിയെ തുടർന്നാണ് ഒഴിവാക്കിയത്. അതേസമയം ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ് EP ജയരാജന്റെ ആത്മകഥയുടെ ചില ഭാഗങ്ങൾ പുറത്തു വന്നത്. തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ അത് പാർട്ടിക്ക് വല്ലാതെ ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു. കട്ടൻ ചായയും പരിപ്പോടെയും എന്റേതല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് EP തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ വലിയ ചർച്ചകളാണ് വഴിവെച്ചതും. കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിലുള്ള പുസ്തകത്തിന്റെ പുറംചട്ട ഉൾപ്പെടെ DC ബുക്സ് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരുന്നു. പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം ഉടൻ വരുന്നു DC ബുക്സിലൂടെ എന്നായിരുന്നു പരസ്യവാചകം. പിന്നാലെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നു. പാലക്കാട് കോൺഗ്രസിൽ നിന്ന് വന്ന ഡോക്ടർ P സരിനെതിരെ അദ്ദേഹം സ്ഥാനാർത്ഥിയായതിൽ ഉൾപ്പെടെയുള്ള വിയോജിപ്പുകളാണ് പുറത്തു വന്നത്. ഇത് വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് പുസ്തകം തന്റേതല്ല എന്ന വിശദീകരണവുമായി EP രംഗത്തെത്തിയതും. BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരിച്ചു. കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നുവെന്നും 1.5 വർഷത്തിന് ശേഷം അത് വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പച്ച കള്ളമാണ് എന്നും അവർ കണ്ടത് ഒരു തവണ മാത്രമാണ് എന്നും അത് പൊതുസ്ഥലത്ത് വെച്ചായിരുന്നു കണ്ടതെന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ല എന്നും EP തുറന്നടിക്കുന്നു. ദേശാഭിമാനി ബോണ്ട് വിവാദവും EP പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. വിവാദ വ്യവസായി സാന്റിയാഗോ മാർട്ടിനുമായി ഞാനൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും ചർച്ച ചെയ്തത് മാർക്കറ്റിംഗ് മേധാവി വേണുഗോപാലുമായിരുന്നു. സെക്രട്ടേറിയറ്റ് തീരുമാനമനുസരിച്ചാണ് ബോണ്ടിനായി 2 കോടി മുൻകൂർ വാങ്ങിയതെന്നും പക്ഷേ പ്രശ്നം വഷളാക്കിയത് അന്ന് പാർട്ടിക്കുള്ളിൽ നിലവിൽ വന്ന വിഭാഗീയതയാണ്. VS അച്യുതാനന്ദൻ ഇത് ആയുധമാക്കി. താൻ മരിക്കും വരെ CPM ആയിരിക്കുമെന്നും പാർട്ടി വിടുമെന്ന് സ്വപ്നം കണ്ടാൽ ഞാൻ മരിച്ചുവെന്ന് അർത്ഥമാക്കുമെന്നും EP പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന കത്തിപ്പടരാൻ കട്ടൻ ചായയും പരിപ്പോടെയും എന്ന പുസ്തകത്തിലെ പരാമർശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതും. എന്നാൽ ഈ പരാമർശങ്ങളൊന്നും തന്റെ പുസ്തകത്തിൽ ഉള്ളതല്ല എന്ന് തള്ളിക്കൊണ്ട് EP തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതേസമയം ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിയായ PP ദിവ്യ ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വന്നിട്ട് ഏതാനും ദിവസങ്ങളാകുന്നു. അതിനുശേഷം ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്കിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ADMന്റെ ആത്മഹത്യാ കേസിനെ തുടർന്ന് PP ദിവ്യ രാജിവെച്ച പ്രസിഡന്റ് പദവിയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. PP ദിവ്യ വോട്ട് രേഖപ്പെടുത്താൻ വന്നില്ലായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ KK രത്നകുമാരിയാണ് CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കോൺഗ്രസിന്റെ ജൂബിലി ചാക്കോയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഒടുവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ അഡ്വക്കേറ്റ് KK രത്നകുമാരിയെ തന്നെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പിന് ശേഷം രത്നകുമാരിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ജാമ്യത്തിലായതിനാലാണ് PP ദിവ്യ വോട്ട് ചെയ്യാൻ എത്താതിരുന്നതെന്നും വോട്ടെടുപ്പിന് വന്നാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയെന്ന രീതിയിൽ പ്രചരണം നടക്കാൻ സാധ്യതയുണ്ട്, ആയതിനാലായിരുന്നു PP ദിവ്യ വരാത്തതെന്നായിരുന്നു വിശദീകരണം നൽകിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.